ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളായി പോയി. അപ്പോൾ നമ്മളെന്തായാലും ബാക്ക് ടു വീഡിയോസ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്, കുറേയൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നെറ്റ് കാറ്റ് എന്താണ്. ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിലേക്കാണ് വേണ്ടി വരുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് നെറ്റ് കാറ്റ്. ഓക്കെ, നെറ്റ് കാറ്റ് എന്താണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെറ്റ് കാറ്റ് കോമൺ കമാൻഡ് NC is a network tool hackers call the Swiss Army knife. It can connect to computers like a chat, scan open ports, send receive files, create a backdoor or reversals. അതായത് ഏറ്റവും എളുപ്പമാണ് നെറ്റ് കാറ്റിനെ കുറിച്ച് എന്താ പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് വായിച്ചു വിട്ടത്. ആ നെറ്റ് കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് ടൂളാണ്. സോ ഈ ടൂൾ യൂസ് ചെയ്ത് രണ്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് ചാറ്റ് ചെയ്യാനും അതൊന്ന് പോർട്ട് എൻമാപ്പ് അല്ലാണ്ട് എൻമാപ്പ് യൂസ് ചെയ്യാണ്ട് നമുക്ക് രണ്ട് പോർട്ട് ആ നെറ്റ്വർക്കിലുള്ള പോർട്ട് സ്കാൻ ചെയ്യാനും ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു FTP സെർവറിന്റെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ബാക്ക് ഡോർ പോലത്തെ റിവേഴ്സൽ നമുക്ക് ക്രിയേറ്റ് ആക്കി അറ്റാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് നെറ്റ് കാറ്റിന്റെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സഡൻ ആയിട്ട്, അതായത് ഒരു ഇന്റർനെറ്റ് സ്ഥാപനമാണെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിലെല്ലാം ഒരേ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നെറ്റ് കാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മറ്റൊരു ഫയൽ ഷെയറിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നെറ്റ് കാറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഫയൽസും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ്, അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യം നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇത്ര ചിന്തിച്ചാൽ നമ്മളിപ്പോൾ രണ്ടുപേരോട് വാക്കി ടോക്കി സംസാരിക്കുന്നു, ഒരു പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കി ടോക്കി സംസാരിക്കുന്നു. അതുപോലെ തന്നെയാണ് രണ്ട് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിൽ കൂടെ വാക്കി ടോക്കിൽ സംസാരിക്കുന്നു. ഓക്കെ, നെറ്റ്വർക്ക് അതായത് ഫയൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമ്മൾ USB ഡ്രൈവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ USB കേബിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നെറ്റ് കാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ഡോർ കാര്യങ്ങളൊക്കെ ഇൻജെക്ട് ചെയ്യുന്നു. സോ അത് അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബാക്ക് ഡോറും കാര്യങ്ങളും എല്ലാം ഡെമോ അറ്റാക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സോ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അറ്റാക്കിനേക്കാളും കൂടുതൽ നമ്മളെന്താണ് കമ്പനി വൈസ് കാര്യങ്ങളൊക്കെയാണ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിക്കുന്നത്. സോ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ എന്തായാലും പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിക് കമാൻഡ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വേണ്ടി നോക്കാം. ഓക്കെ, കമാൻഡ് പർപ്പസ് യൂസ് കേസ്. ഓക്കെ, ഇവിടെ ഇതിന്റെ അതായത് സ്റ്റാർട്ടിങ് കമാൻഡ് തുടങ്ങുന്ന NCNVP പോർട്ട് നമ്പർ ഏതാണോ പോർട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർട്ട് നമ്പർ സെറ്റ് ചെയ്യുക. ആ പോർട്ട് നമ്പറിലേക്ക് ആയിരിക്കും പോർട്ട് ലിസൺ ചെയ്തിട്ട് എന്താണ് കണക്ഷനും കാര്യങ്ങളും പോകുന്നത്. വിക്ടിമിന്റെ IP ഇപ്പം NC വിക്ടിം IP ഒരു മിനിറ്റ് പോയി. ഓക്കെ, NC വിക്ടിം IP. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വിക്ടിമിന്റെ അതായത് ഈ ഒരു കമാൻഡ് NCLVP പിന്നെ പോർട്ട് നമ്പർ. ഓക്കെ, നമ്മൾ വിക്ടിമിന്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആ പോർട്ട് നമ്പർ ലിസൺ ചെയ്യാണ് ഏത് IP വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ അറ്റാക്കർ നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ NC വിക്ടിമിന്റെ ID എന്താണോ വിക്ടിമിന്റെ IP എൻ്റർ ചെയ്യുക, പോർട്ട് കണക്ട് ചെയ്യുക. സോ അവിടെ സക്സസ്ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു കണക്ഷൻ ചെയ്യാം. ആ കണക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചാറ്റ് ചെയ്യാം. അതായത് ചാറ്റ് ചെയ്ത് ഫയൽ റിസീവ് ചെയ്യാം. ഓക്കെ, സെൻഡ് ചെയ്യാം. അങ്ങനെ രണ്ട് മെഷീൻസിന് നടുവിൽ ഫയൽസും കാര്യം നമുക്ക് സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ പോർട്ട് സ്കാനിങ് ആണ്. ഓക്കെ, NCZV അതായത് നമുക്ക് സ്കാനിങ് വേണ്ടി ഇത് 20 തൊട്ട് 100 വരെയുള്ള പോർട്സ്, അതായത് FTP പോർട്സ് 22 അങ്ങനെ SSH അങ്ങനത്തെ എല്ലാ പോർട്ടിലും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അത് എൻമാപ്പിന് പകരമായിട്ട്. ഓക്കെ, ഫൈൻഡ് ഓപ്പൺ പോർട്ട് സർവീസ് റണ്ണിംഗ് ഓൺ ടാർഗറ്റ് മെഷീൻ. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ NCLVP വേറൊരു പോർട്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ കൂടെയാണ് ഫയൽ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നമുക്കിങ്ങനെ സെപ്പറേറ്റ്, ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ എപ്പോഴും സംസാരിക്കുന്ന നെറ്റ്വർക്കിൽ കൂടെ ആയിരുന്നു. സോ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് നമ്മൾ നെറ്റ്വർക്കിൽ പഠിച്ചായിരുന്നു. സോ നിങ്ങൾ നെറ്റ്വർക്കിന്റെ ഒരു വീഡിയോ കണ്ടിട്ടില്ല, എന്തായാലും പോയി കാണാൻ നോക്കുക. അല്ലെങ്കിൽ അത് ഏകദേശം നല്ലൊരു ബുദ്ധിമുട്ടാവും, പോകുന്ന വീഡിയോസ് മനസ്സിലാക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പം കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും നെറ്റ്വർക്കിൽ പ്രോട്ടോകോൾസ് സെറ്റ് ഓഫ് റൂൾസ്, ഓക്കെ, അതിൽ കൂടെ ആയിരിക്കും കമ്പ്യൂട്ടേഴ്സ് എപ്പോഴും സംസാരിക്കുന്നത്. ഓക്കെ, അതിൽ കൂടെയാണ് ഫയൽസും കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ഈ ഒരു കമാൻഡാണ് NCLVP 444. അത് അറ്റാക്കർ ജസ്റ്റ് ലിസൺ ചെയ്യുന്നു. ഓക്കെ, അറ്റാക്കർ എന്താണ് പോർട്ട് ഓപ്പൺ ചെയ്ത് ലിസൺ ചെയ്യുന്നു. പിന്നെ IP വിക്ടിമിന്റെ IP നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ IP എൻ്റർ ചെയ്യുന്നു. അവിടെ ഒരു സക്സസ്ഫുള്ളി റിവേഴ്സ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക, എന്തിനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും പ്രാക്ടിക്കലൂടെ നമുക്ക് അറിയാം. സോ അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അറ്റാക്ക് ചാറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നെറ്റ് കാറ്റ് വെച്ചിട്ടുള്ള അറ്റാക്ക് ഡെമോസ് പഠിക്കാം. സോ അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് നെറ്റ് കാറ്റ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. സോ ഇത് എന്ന് പറയുമ്പം പ്രോബബ്ലി നമുക്കൊരു ഔട്ട് ഓഫ് റേഞ്ചിൽ ഇരുന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ ഓൺ ദ സെയിം നെറ്റ്വർക്ക് ആയിരിക്കണം. ബട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസസ് എന്ന് പറയുമ്പോൾ കമ്പനി തന്നെ സെൽഫായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത്, ഓക്കെ, അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ
എന്തായാലും നെറ്റ്വർക്കിൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു അറ്റാക്കും കാര്യം നടത്തേണ്ടെന്ന് നമുക്കിത് യൂസ് ചെയ്യാം. സോ എന്തായാലും ചെറിയൊരു ടൂളാണ്, അത്ര പവർഫുൾ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. റിവേഴ്സലിൽ പെൻഷനിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മെറ്റാസ്പോൾട്ട് ഫ്രെയിംവർക്ക് ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഞങ്ങൾക്ക് കാണിച്ചെന്നാണ് എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് ഇപ്പം നമുക്കൊരു കമ്പ്യൂട്ടർ ഇല്ല. സോ നമുക്ക് അതിൻ്റെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറും കയ്യിൽ ഹാക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ IP അഡ്രസ്സ് നോക്കണം. സോ എനിക്ക് എൻ്റെ IP അഡ്രസ്സ് കിട്ടി. സോ നമ്മൾ ഈ IP അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് പ്രാക്ടിക്കലേക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ് ചാറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ആ ചാറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആരാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, സോ അവരുടെ കമ്പ്യൂട്ടറിലും കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണ് NC, അതായത് നെറ്റ്കാറ്റ് സ്റ്റാർട്ട്. ഓക്കെ, -L ലിസൺ ചെയ്യും, ഒരു പോർട്ടിലേക്ക് ലിസൺ ചെയ്യുന്ന. V for വെർബോ സ്കാനിങ്, അതായത് അതിൽ എത്രയൊക്കെ ഹോസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടോ അതൊക്കെ എന്താണ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. P for പോർട്ട്. ഓക്കെ, നമ്മൾ ഒരു ഡിഫോൾട്ട് ആയുള്ള ഒരു പോർട്ട് കൊടുക്കുക. സോ ഞാൻ കൊടുക്കാൻ പോകുക 44 ആണ്. ജസ്റ്റ് ഓക്കെ, ലിസണിങ് ഓൺ എനി 44 ഒന്ന് ഒരു പോർട്ടിലേക്ക് ലിസൺ കണക്ഷൻ, അതായത് ഇനി നമ്മൾ കണക്ഷൻ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കണക്ട് ആവും. സോ ഇപ്പം ലിസണിങ് ആണ്. ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തു, ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഓക്കെ, സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ ഓപ്പൺ ചെയ്തു. സോ ഞാൻ കൊടുക്കാൻ പോകുന്ന കമാൻഡാണ് NC IP എന്താണോ 192.168.56.3. ഇതായിരുന്നു എൻ്റെ മെറ്റാസ്പോൾട്ട് മെഷീൻ്റെ IP എന്ന് പറയുന്നത്. ഓക്കെ, IP നമ്മൾ എൻ്റർ ചെയ്ത ശേഷം അടുത്തൊരു കമാൻഡാണ് 44. നമ്മൾ ഏതാണ് പോർട്ട് ഓപ്പൺ ചെയ്തത്, ആ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. സോ എൻ്റർ ചെയ്യുക. നമുക്ക് എന്താണ് നമ്മുടെ മെറ്റാസ്പോൾട്ട് നോക്കുമ്പം നമുക്ക് ഒരു കണക്ട്, നമ്മുടെ ഈ ഒരു IP-യിലേക്ക് മറ്റൊരു IP കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സക്സസ്ഫുൾ കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ചാറ്റ് സെക്ഷൻ ക്രിയേറ്റ് ആണ്. ഹായ്. ഓക്കെ, ഞാൻ ഹായ് എൻ്റർ ചെയ്തു. ഓക്കെ, മെറ്റാസ്പോൾട്ട് പോയി നോക്കുകയാണല്ലോ, നമുക്കിവിടെ കാണാം ഇവിടെ ഹായ് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് വേറൊരു കമാൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. I hacked you. Welcome to my channel. ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം, നമുക്ക് മെറ്റാസ്പോൾട്ട് വർക്കിംഗ് നോക്കാം. ഓക്കെ, I hacked you. Welcome to my channel. ഇതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ, അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണ് നമ്മൾ വാക്കി ടോക്കി സെർവർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ രണ്ട് കമ്പ്യൂട്ടറിന് ഓവറോൾ നെറ്റ്വർക്കിൽ കൂടെ. സോ ഇതിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ ഓക്കെയാണ്. എല്ലാ കമ്പ്യൂട്ടേഴ്സും നെറ്റ്വർക്കിൽ കൂടെ ഫിക്സ്ഡ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു ചാറ്റ് സെക്ഷൻ നോക്കുന്നത്. Ctrl+C അമർത്തി. ഓക്കെ, അടുത്ത കമാൻഡും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ബാക്ക് ടു. ഓക്കെ, അടുത്താണ് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ, ഒരു ഫയലും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള കമാൻഡാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സാണ് NC, അതായത് നെറ്റ്കാറ്റ്. ഓക്കെ, -L ലിസൺ ആണ്. ഓക്കെ, അത് മനസ്സിലായി. സോ നിങ്ങൾ കമാൻഡ്സ് കാണാണ്ട് പഠിക്കേണ്ട, എന്തിനാണ് അതിന്റെ യൂസ്ഫുള്ളും കാര്യങ്ങളും നോക്കുക. ലിസൺ, V for വെർബോ സ്കാനിങ്, P. ഓക്കെ, പിന്നെ വേറൊരു പോർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് 555 ഒരു പോർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്പേസ് got.file.txt. ഓക്കെ, ഒരു ഫയൽ ഇതിനകത്തേക്ക് അതായത് എനിക്ക് ഇതിനകത്തേക്ക് ഒരു ഫയൽ സെൻഡ് ചെയ്യണം. ഓക്കെ, അതിനാണ് got.file.txt. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു empty ഫയൽ ഈ ഫയലിനകത്ത് ഒന്നുമില്ല. സോ ഞാൻ ഒരു empty ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇതൊരു empty ഫയലാണ്. സോ ഇതിനകത്തേക്ക് എൻ്റെ ഒറിജിനൽ മെഷീനിൽ ഞാൻ ഇതിനകത്തേക്ക് കണ്ടന്റും കാര്യങ്ങൾ അയച്ചു കൊടുക്കും. അതായത് വിത്തൗട്ട് എനി USB ട്രാൻസ്ഫർ, അതായത് നെറ്റ്വർക്കിൽ കൂടെ തന്നെ ഒരു USB കേബിളും ട്രാൻസ്ഫർ FTP പോർട്ടൊന്നും ഇല്ലാണ്ട്, അതായത് നെറ്റ്വർക്കിൽ കൂടെ തന്നെ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഓക്കെ, ജസ്റ്റ് ഇവിടെ പോർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടെർമിനലിൽ പോയിട്ട് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ടെർമിനലിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ചെയ്തു. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കമാൻഡാണ് NC. ഓക്കെ, NC നമ്മുടെ IP എന്താണോ 192.168.56.3. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ IP വരുന്നത്. ഓക്കെ, നമ്മൾ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. സോ നമ്മൾ ഇനി എന്താണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ അവിടെ ഇട്ടത് സിമ്പിൾ എന്തായിരുന്നു, സോ അങ്ങോട്ട് റിസീവ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു ഫയലിന്റെ പേര്, അതിനു മുമ്പ് സോ എൻ്റെ ലിസ്റ്റിലുള്ള ഫയൽസ് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇവിടെ fuelcms.p എന്ന് വേറൊരു ഫയൽ കാണാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ പോവാ. ഓക്കെ, NC. ഓക്കെ, NC 555 ആണ് നമ്മുടെ പോർട്ട്. ഓക്കെ, 555. ഓക്കെ, സോറി,
പോർട്ടിന്റെ അക്കം എപ്പോഴും 4 വേണം. സോ അതൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പോർട്ടും കാര്യങ്ങളൊക്കെ. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനിയിപ്പം സെൻഡ് ചെയ്യാൻ പോകുന്ന ഫയൽ ഇവിടെ fuel.py ആസ് യൂഷ്വൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല. സോ നമുക്ക് എന്തായാലും മെറ്റസ്പോൾട്ട ഫ്രെയിംവർക്ക് നോക്കാം. സോ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് Ctrl+C എൻ്റർ ചെയ്യുക. ഓക്കെ, LSC നോക്കാം. ഇവിടെ നോക്കാം ഗോട്ട് ഫയൽ .txt എന്ന് പറഞ്ഞ ഫയൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് നോക്കാം. നാനോ ഗോട്ട് ഫയൽ .txt. ഓക്കെ, ഇവിടെ ഒരു പൈത്തൺ കോഡാണ്. കാണാൻ പറ്റുന്നത്. സോ നമുക്ക് നമ്മുടെ ഒറിജിനൽ ടെർമിനൽ പോയി നോക്കാം, അവിടെ എന്തായിരുന്നു കോഡ് എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇവിടെ സക്സസ്ഫുള്ളി നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി USB കേബിൾ ഓർ FTP സെർവർ. ഓക്കെ, അതായത് മറ്റൊരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളും ഇല്ലാണ്ട് നെറ്റ്കാറ്റ് വെച്ചിട്ട് നമുക്ക് സക്സസ്ഫുള്ളി ഫയൽ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കാം എന്തായിരുന്നു ഫയലിനുള്ളിൽ നോക്കാം. നാനോ fuelcms.py. ഇതൊരു പൈത്തൺ കോഡാണ്. സോ ട്രൈ ഹാക്ക് മീ ഞാൻ ചെയ്യാൻ നേരത്ത് ഞാൻ എഴുതിയ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ കോഡിൻ്റെ അകത്ത്. ഇത് നമ്മൾ സക്സസ്ഫുള്ളി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അടുത്താണ് നമ്മൾ സ്കാനിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ Nmap പോലെ തന്നെ നമ്മുടെ വിക്ടിമിന്റെ അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിൽ എത്ര ഓപ്പൺ പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്. സോ അതിനുള്ള കമാൻഡ്സ് ആണ് ഇത്. ഓക്കെ, IP എന്താണ് 192.168.56.3 മിസ്. ഓക്കെ, ഞാൻ പോർട്ട് നമ്പർ അടിച്ചിട്ടില്ലായിരുന്നു, സോറി. ഓക്കെ, പോർട്ട് നമ്പർ അടിച്ച് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ, ഞാൻ എൻ്റെ മെറ്റസ്പോൾട്ട് മെഷീനിലേക്ക് വന്നു. സോ ഇവിടെ ഞാൻ പോർട്ട് നമ്പറും കാര്യങ്ങളും അടിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോറി. NC. ഓക്കെ, ഇവിടെ നമ്മളെ പോർട്ടും കാര്യങ്ങളാണ്. സോ 20 to -100 പോർട്ടാണ് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കണക്ഷൻ പോർട്ട് 80 ഉണ്ട്. HTTP സക്സസ്ഡ് തന്നെ. അത് നോക്കുവാണെങ്കിൽ പോർട്ട് TCP 53 ഉണ്ട് പോർട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു FTP പോർട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ 21 FTP പോർട്ട് ഉണ്ട്, അതുപോലെ 22 ഉണ്ട്, 23 ഉണ്ട്. സോ നമുക്ക് പോർട്ട് നോക്കി നമുക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും. സോ FTP പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പേലോഡ് ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അല്ലെങ്കിൽ എന്താണ് പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവിലേജ് എസ്കലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എന്താണോ അതൊക്കെ വെച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും. സോ നമുക്ക് അതിലേക്കൊക്കെ പോകും. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഷെല്ല്, അതായത് ബൈൻ ഷെല്ല് എന്താ റിവേഴ്സ് ഷെല്ല് ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്തിട്ടില്ല. സോ അതിനോട് ഞാൻ DP പോകുന്നില്ല. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേലോഡ് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു പേലോഡ് ഇൻജക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് റിവേഴ്സ് കണക്ഷൻ കിട്ടും. അതാണ് ബൈൻ ഷെല്ലും റിവേഴ്സ് ഷെല്ലും. സോ അത് 2 ടൈപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എന്താണ് റിവേഴ്സ് ഷെൽ, എന്താണ് ബൈൻ ഷെൽ എന്താണ്, സോ അതിന്റെ ബേസിക് കമാൻഡ്സ്, അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് ഈ ബൈൻ ഷെൽ റിവേഴ്സ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ബാക്ക് ഡോർ ഇൻജക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ നമ്മുടെ അറ്റാക്ക് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൽ ഓക്കെ കമാൻഡ് എൻ്റർ ചെയ്യുക. ജസ്റ്റ് ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, NC -LVP 4 ഓക്കെ സ്പേസ് ജസ്റ്റ് എന്തോ പറ്റി. ഓക്കെ, NC -LVP. ഓക്കെ, ജസ്റ്റ് എന്താണോ 44. ഓക്കെ, 44 ഒരു പോർട്ട് ക്രിയേറ്റ് ചെയ്തു. സോ -e/bin. ഓക്കെ, -e/bin/bash ഒരു പേലോഡ്, അതായത് നമ്മളൊരു ബൈൻ ഷെൽ ക്രിയേറ്റ് ചെയ്തു. സോ ബൈൻ ഷെൽ യൂസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാം. സോ നമ്മൾ ബൈൻ ഷെൽ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സോ NC IP എന്താണോ NC 192.168.56.3 ആണ് IP. സോ നമ്മൾ സെറ്റ് ചെയ്ത പോർട്ട് എത്രയാണോ പോർട്ട്. ഓക്കെ,
4. ഓക്കെ, നമുക്കിവിടെ സക്സസ്ഫുള്ളി കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ കാണാം കണക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. ഹു ആം ഐ MSF admin. സോ നമ്മൾ സക്സസ്ഫുള്ളി അറ്റാക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. സോ ls godfile.txt. ഓക്കെ, നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഫയൽസും കാര്യങ്ങളുണ്ട്. file.txt. സോ pwd print working directory. സോ നമുക്ക് ഇത് വെച്ചിട്ട് അതായത് പാസ്വേഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ PSSWD. സോ ഇതിൽ നമുക്ക് പ്രിവിലേജ് എസ്കലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പല യൂസേഴ്സിന്റെ പാസ്വേഡും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഒരു ഒറിജിനൽ സെർവറും കമ്പ്യൂട്ടറാണ്, ഇതിനകത്ത് പല യൂസേഴ്സിന്റെ പാസ്വേഡും കാര്യങ്ങളും ഉണ്ടാവും. സോ നമുക്കതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ കുറെ പോസിബിലിറ്റി ചാൻസ് ഉണ്ട്. MySQL സെർവർ ആണെങ്കിലും കുറെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അങ്ങനെ ഇഷ്ടംപോലെ പാസ്വേഡ് ഉണ്ട്. ഇത് നമുക്ക് എന്താണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രൈ ഹാക്ക് മീ കളിക്കുമ്പം ട്രൈ ഹാക്ക് മീ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിവിലേജ് എസ്കലേഷൻ അത് റൂട്ട് യൂസർ ആയിട്ട് മാറി പാസ്വേഡ് എടുത്ത് user.txt എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. സോ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മളിവിടെ പക്ക എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് ബിഗിനർ ടു അഡ്വാൻസ് ആണ്. സോ നിങ്ങൾക്ക് വീഡിയോസും എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നെറ്റ്കാറ്റിന്റെ ഒരു യൂസ്ഫുൾ ഇതാണ്. സോ ഇത് ഏറ്റവും കൂടുതൽ പർപ്പസ് ആയിട്ട് വരുന്ന സെയിം നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുമ്പോഴാണ്. പോസിബിളി ഹാക്ക് എന്ന് പറയില്ല, പെൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് സെയിം ആയിട്ട് ഇത് വരുന്നത്. പിന്നെ നമുക്ക് അവരുടെ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ ആക്സസിബിൾ ആയിരിക്കണം. ഇൻ കേസ് ഇതെല്ലാം നമുക്ക് മെറ്റസ്പോൾട്ടോ യൂസ് ചെയ്തിട്ടാണുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ കുറെ ഉണ്ട്. സോ ആൻഡ്രോയിഡ് ആണെങ്കിലും കമ്പ്യൂട്ടറിലാണ് അറ്റാക്ക് ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് നമ്മൾ അതായത് ഒഫൻസീവും ഡിഫൻസീവ് സൈഡ് നമ്മൾ പഠിച്ചിരുന്നു. സോ ഇത് ഡിഫൻസീവ് സൈഡിലേക്ക് ഒന്ന് കവർ ചെയ്താണ് നെറ്റ്കാറ്റ് എന്താണ്. ഇൻ കേസ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതോടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും മെല്ലെ പൈത്തൺ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകാം. സോ നിങ്ങൾക്ക് പ്രോഗ്രാമിന്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പ്രോഗ്രാമിംഗ് ഞാൻ നെക്സ്റ്റ് തുടങ്ങാൻ പോകണം, പൈത്തന്റെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയും കാര്യം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറെ വീഡിയോ ഇനിയും കാണാം. ബൈ.